ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂബി. ഇന്ന് നമ്മൾ പുതിയൊരു കറണ്ട് അഫയർ സെഷനായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് സ്റ്റേറ്റ് ലോഞ്ച് ദ ആദിശക്തി അഭിയാൻ ഫോർ വുമൺ എംപവർമെന്റ്? അപ്പോൾ ആദിശക്തി അഭിയാൻ എന്ന് പറയുന്ന സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഉത്തർപ്രദേശ്, ത്രിപുര, ബീഹാർ, മഹാരാഷ്ട്ര. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ നോക്കാം. മഹാരാഷ്ട്രയാണ് ആൻസർ. മഹാരാഷ്ട്രയാണ് ആദിശക്തി അഭിയാൻ എന്ന് പറയുന്ന സ്കീം ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 10.50 crore ആണ്. ഓക്കെ, 10.50 crore ആണ് ഇതിന്റെ ബഡ്ജറ്റ്. ഇതെന്ന് പറയുന്നത് ചൈൽഡ് മാരേജ് തടയാനായിട്ടും ഇൻഫന്റ് മോർട്ടാലിറ്റിയും മെറ്റേണൽ മോർട്ടാലിറ്റിയും എല്ലാം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് അറിയാമല്ലോ, ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Where was International Maritime Defense Exhibition IMDEX Asia 2025 held from May 6 to May 8, 2025? ഇപ്പോൾ IMDEX എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ മാരിടൈം ഡിഫൻസ് എക്സിബിഷൻ. അത് 2025 എഡിഷൻ എവിടെ വെച്ച് നടന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കോലാലംപൂർ, മലേഷ്യ. ഓപ്ഷൻ ബി ജക്കാർത്ത, ഇന്തോനേഷ്യ. ഓപ്ഷൻ സി ചാങ്ങി എക്സിബിഷൻ സെന്റർ, സിംഗപ്പൂർ. ഓപ്ഷൻ ഡി ബാങ്കോക്ക്, തായ്ലൻഡ്. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുമ്പോൾ ചാങ്ങി എക്സിബിഷൻ സെന്റർ, സിംഗപ്പൂർ ആണ് അതിന്റെ ആൻസർ. ഓക്കെ, എവിടെയാണ്? ചാങ്ങി എക്സിബിഷൻ സെന്റർ, സിംഗപ്പൂർ ആണ് ആൻസർ. ഇതിൽ പങ്കെടുക്കാനായിട്ട്, ഇത് നേവിയുടെ ഒരു എക്സസൈസ് ആണ് അല്ലേ, അപ്പൊ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് INS കിൽട്ടൺ ആണ് പോയിട്ടുള്ളത്. INS കിൽട്ടൺ ആണ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ള നേവൽ ഷിപ്പ്. ഓക്കെ, ഇതിൽ വേറൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which country launches chip-based e-passport to enhance travel security? ട്രാവൽ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിപ്പ് ബേസ്ഡ് ഈ പാസ്പോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺട്രി ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി നേപ്പാൾ, ഓപ്ഷൻ സി ഭൂട്ടാൻ, ഓപ്ഷൻ ഡി ചൈന. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇന്ത്യയാണ് ആൻസർ. അപ്പോൾ എന്താണ്? ഇന്ത്യയാണ് ചിപ്പ് ബേസ്ഡ് ഈ പാസ്പോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡേറ്റാസ് ഒക്കെ സെക്യൂർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാളുടെ പേഴ്സണൽ ആൻഡ് ബയോമെട്രിക് ഡേറ്റ എല്ലാം ഈ ചിപ്പിലായിരിക്കും ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടി ട്രാൻസ്പെറൻറ്റും ആയിരിക്കും, സെക്യൂറും ആയിരിക്കും ഡേറ്റാസ് എല്ലാം. ഓക്കെ, ഇത് 4th കൺട്രിയാണ് ഇന്ത്യ. ഈ ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഈ പാസ്പോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 4th കൺട്രിയാണ്. ഓൾറെഡി USA, UK, ജർമ്മനി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ ആരാണ്? മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ കിഞ്ചരപ്പു റാം മോഹൻ നായിഡു ആണ്. ഇദ്ദേഹമാണ് മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which actor has been honored for philanthropic work during COVID-19? കോവിഡിന്റെ ടൈമിലുള്ള ഫിലാന്ത്രോപ്പിക് വർക്കിന് വേണ്ടിയിട്ട് ഓണർ ചെയ്ത ആക്ടർ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. അക്ഷയ് കുമാർ, സൽമാൻ ഖാൻ, അജയ് ദേവ്ഗൻ, സോനു സൂദ്. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ സോനു സൂദ് ആണ് ആൻസർ. ഇദ്ദേഹത്തിനാണ് കോവിഡിന്റെ ടൈമിലുള്ള ഫിലാന്ത്രോപ്പിക് വർക്കിന് വേണ്ടിയിട്ട് ഓണർ ചെയ്ത വ്യക്തി. എവിടെ വെച്ചിട്ട് ഓണർ ചെയ്തു? 72ാമത്തെ മിസ് വേൾഡ് ടൈറ്റിൽ ആദ്യമായിട്ട് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എവിടെ വെച്ചിട്ട്? തെലുങ്കാനയിൽ വെച്ചിട്ട്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്തത്? ഓണർ ചെയ്തത്. ഈ സോനു സൂദ് എന്ന് പറയുന്ന ഈ ബോളിവുഡ് ആക്ടർ ഓൾറെഡി ബ്രാൻഡ് അംബാസിഡർ ആൻഡ് അഡ്വൈസർ ഫോർ തായ്ലൻഡ് ടൂറിസം ആണ്. ഓക്കെ, തായ്ലൻഡ് ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറും അഡ്വൈസറും ആണ് സോനു സൂദ് എന്ന് പറയുന്ന ബോളിവുഡ് ആക്ടർ. പിന്നെ പോയിട്ട് നമ്മൾ ഈ തായ്ലൻഡിലെ കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പൊ തായ്ലൻഡ് പുതിയൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത, അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് തായ്ലൻഡിൽ വിസ ഇല്ലാതെ വിസിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാക്സിമം നമുക്ക് ഒരു 30 ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്കീമും കൂടെ ഇപ്പം തായ്ലൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അത് ടൂറിസം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്.
അപ്പോൾ ബ്രാൻഡ് അംബാസിഡർ ആൻഡ് അഡ്വൈസർ ഫോർ തായ്ലൻഡ് ടൂറിസം സോനു സൂദാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Bhutan Drug Green Power Corporation signed a hydropower expansion MOU with which Indian company? ഏത് ഇന്ത്യൻ കമ്പനിയുമായിട്ടാണ് ഭൂട്ടാൻ ബേസ് ചെയ്തിട്ടുള്ള ഡ്രഗ് ഗ്രീൻ പവർ കോർപ്പറേഷൻ MOU സൈൻ ചെയ്തത്? എന്തിനു വേണ്ടിയിട്ട്? ഹൈഡ്രോ പവർ എക്സ്പാൻഷന് വേണ്ടിയിട്ട്. ഓപ്ഷൻസ് നോക്കാം. റിലയൻസ് പവർ, അദാനി ഗ്രൂപ്പ്, NTPC, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ നോക്കാം. അദാനി ഗ്രൂപ്പാണ് ആൻസർ. അദാനി ഗ്രൂപ്പാണ് ആൻസർ. 5000 മെഗാവാട്ടിൻ്റെയാണ്. ഓക്കെ, 5000 മെഗാവാട്ട് ഹൈഡ്രോ പവർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്. ഭൂട്ടാന്റെ ക്യാപിറ്റൽ എവിടെയാണ്? ടിംബു ആണ് ഭൂട്ടാന്റെ ക്യാപിറ്റൽ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which state is hosting 2025 SAF Under-19 Championship for the first time? ആദ്യമായിട്ട് SAF Under-19 Championship ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ആസാം, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ ഓപ്ഷൻ സി അരുണാചൽ പ്രദേശാണ്. ഓക്കെ, ഓപ്ഷൻ സി അരുണാചൽ പ്രദേശാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആണ്. സാഫ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ധാക്ക, ബംഗ്ലാദേശ് ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ധാക്ക, ബംഗ്ലാദേശ്. ഓക്കെ, അപ്പോൾ സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ധാക്ക, ബംഗ്ലാദേശ് ആണ്. ആദ്യമായിട്ട് അരുണാചൽ പ്രദേശിൽ വെച്ചിട്ടാണ് അതിന്റെ Under-19 ചാമ്പ്യൻഷിപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which Indian state launched the Jyoti scheme to educate children of migrant workers? കുടിയേറ്റ തൊഴിലാളികളുടെ മക്കളെയും കൂടി എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ജ്യോതി എന്ന് പറയുന്ന സ്കീം ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി കേരള. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ ഓപ്ഷൻ ഡി കേരളയാണ്. കേരളയാണ് ജ്യോതി എന്ന് പറയുന്ന ഒരു സ്കീം ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, മൈഗ്രന്റ് വർക്കേഴ്സിനെ ചിൽഡ്രൻസിനെ കൂടി എന്താണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കീമാണ് ജ്യോതി സ്കീം. ഇനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സിറ്റി ജോയിൻ WHO ഗ്ലോബൽ ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് നെറ്റ്വർക്ക്? WHOയുടെ ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് നെറ്റ്വർക്കിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സിറ്റി ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഉദയ്പൂർ, ഇൻഡോർ, കോഴിക്കോട്, ആഗ്ര. ഇത്രയാണ് ഓപ്ഷൻസ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഓപ്ഷൻ സി കോഴിക്കോടാണ് WHO ഗ്ലോബൽ ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് നെറ്റ്വർക്കിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? എൽഡർലി ആയിട്ടുള്ള പേഴ്സൺസ്, ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ വെൽബീയിങ്ങിന് അവർ നന്നായിട്ട് നടത്തുന്നതിനും പിന്നെ അവരെയും കൂടി അർബൻ ഡെവലപ്മെൻറ്റിന് ഇൻക്ലൂഡ് ആക്കിയതിനും വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്ത് കോഴിക്കോടിനെ WHOയുടെ ഈ ഇനിഷ്യേറ്റീവിലോട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എന്താണ്? ഗ്ലോബൽ ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് നെറ്റ്വർക്കിൽ. ഓക്കെ, കോഴിക്കോട് ഓൾറെഡി വേറൊരു റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. എന്താണ്? യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചറും കൂടിയാണ്. എന്താണ്? യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആണ് കോഴിക്കോട്. ഓക്കെ, യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചറും കൂടിയാണ് കോഴിക്കോട്. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which state or union territory government approves cloud seeding to reduce air pollution in the city? അപ്പോൾ എയർ പൊല്യൂഷൻ തടയാനായിട്ട് കുറയ്ക്കാനായിട്ട് ക്ലൗഡ് സീഡിങ്, കൃത്രിമമായി മഴ പെയ്യിപ്പിക്കുന്ന ആ ഒരു എന്താണ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അപ്രൂവ് കൊടുത്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ചണ്ഡീഗഡ്, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി ബീഹാർ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ഡൽഹിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഡൽഹി എന്ന് പറഞ്ഞാൽ ഓൾറെഡി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവരാണ് ക്ലൗഡ് സീഡിങ്ങിന് വേണ്ടിയിട്ട് അപ്രൂവൽ കൊടുത്തത്. ആരാണ് ഇനിഷ്യേറ്റീവ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നത്? IIT ഡൽഹിയാണ്. ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? രേഖ ഗുപ്തയാണ് ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ. രേഖ ഗുപ്ത എന്ന് പറയുന്നത് ഡൽഹിയുടെ 9ാമത്തെ ചീഫ് മിനിസ്റ്ററാണ്, 9th ചീഫ് മിനിസ്റ്ററാണ് ഓവറോൾ നോക്കുമ്പോൾ. പക്ഷേ രേഖ ഗുപ്ത ഡൽഹിയുടെ 4ാമത്തെ വുമൺ ചീഫ് മിനിസ്റ്ററാണ്, 4th വുമൺ ചീഫ് മിനിസ്റ്ററാണ്. ഫസ്റ്റ് വുമൺ ചീഫ് മിനിസ്റ്റർ ആരാണ്?
ഡൽഹിയുടെ? അത് സുഷമ സ്വരാജ് ആണ്. ഓക്കെ, സുഷമ സ്വരാജ് ആണ് ഫസ്റ്റ് വുമൺ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The first Arnala class anti-submarine warfare shallow watercraft was officially handed over to whom? അപ്പോൾ ആദ്യത്തെ അർണാല ക്ലാസ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഓപ്ഷൻ ബി ഇന്ത്യൻ ആർമി, ഓപ്ഷൻ സി ഇന്ത്യൻ എയർഫോഴ്സ്, ഓപ്ഷൻ ഡി ഇന്ത്യൻ നേവി. ഇത്രയാണ് ഓപ്ഷൻസ്. ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി ഇന്ത്യൻ നേവി ആണ് ആൻസർ. അപ്പോൾ എന്താണ് ഇന്ത്യൻ നേവിക്കാണ് ആദ്യത്തെ അർണാല ക്ലാസ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തൊരു സെഷനായിട്ട് കാണാം. താങ്ക് യു.